വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. വീണ്ടും ഒരു നോട്ട് നിരോധനം വന്നാൽ അതിൽ അത്ഭുതപ്പെടാൻ ഒരു രീതിയിലുള്ള സാഹചര്യവുമില്ല. കാരണം ഇവിടെ നിലവിൽ സർക്കുലേറ്റ് ചെയ്യുന്ന 500 രൂപ നോട്ടും നിരോധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് നരേന്ദ്രമോദി സർക്കാർ തീരുമാനിക്കുന്നത്. മൊത്തം സർക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 50% പിൻവലിക്കുക, ഘട്ടം ഘട്ടമായ ക്യാഷ്ലെസ് എക്കണോമിയിലേക്ക് കൊണ്ടുവരിക, UPI കൃത്യമായി എല്ലായിടത്തും ഇൻസ്റ്റാൾ ചെയ്യുക, അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ബന്ധിക്കപ്പെടുക, അത്തരത്തിലേക്കൊരു സംവിധാനം കൊണ്ടുവന്ന് രാജ്യത്ത് അത്തരത്തിലൊരു ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് നടത്തുന്നത്. വാസ്തവത്തിൽ ഇത് സാധാരണക്കാരുടെ നെഞ്ചത്തടിക്കുന്ന നീക്കമാണ്. ചില്ലറ വ്യാപാര മേഖലയിൽ വിദേശ നിക്ഷേപം ഉൾപ്പെടെ കൊണ്ടുവരുന്ന ആസിയാൻ കരാർ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നമുക്കറിയാം. ഇവിടെ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി സർക്കാർ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇതിനോടകം തന്നെ റിസർവ് ബാങ്ക് ഗവർണർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ധനകാര്യ നടപടികൾ, ഇതുമായി ബന്ധപ്പെട്ട് എടുത്തുവരുന്ന നൂതന പദ്ധതികൾ ഇവയൊന്നും തന്നെ പ്രായോഗികമല്ല. എന്തിനാണ് നരേന്ദ്രമോദി സർക്കാർ ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷം തേക്കാൻ ആലോചനയിലുള്ളത്? അവിടെ NDAക്ക് കേവല ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. അതിനെ ഒരു വലിയ മെജോറിറ്റിയിലേക്ക് ഉയർത്താൻ ആഗ്രഹിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? നോട്ട് നിരോധനത്തിൻ്റെ 2 ഘട്ടങ്ങളും പരിപൂർണമായി പാളിയത് നമ്മൾ കണ്ടതാണ്. അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ പല പ്രൊപ്പഗണ്ടകളും ഈ രാജ്യത്ത് ഇറക്കി. അതൊന്നും സാധൂകരിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ സാധാരണക്കാരായ പൗരന്മാരെ വിശ്വസിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു തെളിവും ഇല്ലാതിരുന്നു. ഈ രാജ്യത്ത് അസമത്വമാണ്, ഈ രാജ്യത്ത് ചില ആളുകളുടെ കയ്യിൽ വലിയ തോതിൽ കള്ളനോട്ടുകൾ കുമിഞ്ഞുകൂടുന്നു, ഇത്തരത്തിലൊക്കെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ ഇറക്കി. നോട്ട് പിൻവലിച്ചപ്പോൾ ഈ രാജ്യത്ത് 99% നോട്ടുകളും തിരികെ എത്തി എന്നുള്ളതാണ്. ഈ രാജ്യത്ത് കള്ളപ്പണമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗണ്യമായ ഒരു ശതമാന കണക്ക് തിരിച്ചെത്താൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതാണ്. എന്നാൽ വീണ്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നോട്ട് നിരോധനവും ലോക്ക്ഡൗണും വീണ്ടും പല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം നടക്കുകയാണ്. ഈ രാജ്യത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുമ്പോൾ വാസ്തവത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ മുഴുവൻ ഇരുട്ടിലാക്കുന്ന രീതിയിൽ യാതൊരുവിധ സാവകാശവും പോലും കൊടുക്കാതെയാണ് അർദ്ധരാത്രി ഇത്തരത്തിലുള്ള പ്രഖ്യാപനം എടുത്തത്. ഇത്തരത്തിലുള്ള തുക്ലക് പരിഷ്കാരങ്ങൾ എടുക്കുന്നതിൽ വിരുദ്ധനാണ് നരേന്ദ്രമോദി. വീണ്ടും നോട്ട് നിരോധനം എന്ന രീതിയിൽ പ്രഹസനത്തിനുള്ള മുന്നോടിയായാണ് ഈ രാജ്യത്ത് പണപ്പെരുപ്പമുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നത്.